നിനക്കെന്താ ഒരു ടെൻഷൻ ഉള്ളത് പോലെ? അത് സ്വാഭാവികമല്ലേ ചേച്ചി. കുടുംബഭരണം മാത്രമല്ലല്ലോ എനിക്കുള്ളത്. ഞാൻ ഒരു മന്ത്രിയും കൂടിയല്ലേ. എന്നുവെച്ച് ആവശ്യമില്ലാത്ത എല്ലാ ടെൻഷനും കൂടി എടുത്ത് തലയ്ക്കകത്ത് കൊണ്ടുവച്ച് നടക്കരുത്. നീ വീണുപോവും. നീ വീണുപോയാ ഈ ചേച്ചിക്ക് പിന്നെ ആരാ ഉള്ളേ? നിന്നോടെ ദീപകിന് എന്തോ പറയാനുണ്ടെന്ന്. നിനക്കെന്താ പറയാനുള്ളത്? എന്റെ ഒരു സംശയമാണ്. പക്ഷേ എന്റെ ആ സംശയം 100% സത്യമാണോന്ന് എനിക്കറിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയൂ. അതായത് അമ്മാവന്റെ കാറില് മയക്കുമരുന്ന് വെച്ചത് റോഹനാണോന്ന് എനിക്കൊരു സംശയം. അതെന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? അതായത് അമ്മാവനെ എങ്ങനെയും ഇംപ്രസ് ചെയ്യിക്കാനാ അവന്റെ ശ്രമം. അമ്മാവന്റെ വിശാലമായ സ്നേഹമൊക്കെ അവന് പിടിച്ചു പറ്റണം. അതിന് ഇങ്ങനൊരു വേല ചെയ്ത എന്താന്ന് അവൻ ചിന്തിച്ചാണ്. കുറെ നേരത്തേക്ക് നിന്നെ മുൾമുനയിൽ നിർത്താൻ അവന് കഴിഞ്ഞില്ലേ? അതുവഴി നിന്റെ സ്നേഹവും അവന് കിട്ടി. ഞാനൊരു ജനപ്രതിനിധി മാത്രമല്ല, ഒരു മിനിസ്റ്ററും കൂടിയാ. ഹോം മിനിസ്റ്റർ അവർക്ക് സസ്പെൻഷൻ ഓർഡർ ഇട്ടതാ. ഞാനത് തടഞ്ഞത്. ഞാൻ മയക്കുമരുന്ന് കടത്തിന്ന് പറഞ്ഞ ആരാ വിശ്വസിക്കുക? എന്നാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഏട്ടാ. അതെ, അതും ശരിയാ. അതെ, ആ റോഹൻ ഇതൊക്കെ ചെയ്യും. അവരെ കണ്ടാൽ അറിയില്ലേ ഒരപലക്ഷണം പിടിച്ച ചെറുക്കനാണെന്ന്. അല്ല, യാമിനി പറഞ്ഞപ്പോഴാ ഞാനതറിഞ്ഞെ. അവൻ നമ്മുടെ ഋതുമോളോട് ചെയ്ത മര്യാദകേട്. എന്ത് വൃത്തികെട്ടവനവൻ. അവളുടെ വെർജിനിറ്റിയിൽ അവന് സംശയം. അവന്റെ തലക്കെട്ടിട്ട് കൊട്ടുകൊടുക്കണം. അവനൊരു മാനസിക രോഗിയാ പ്രതാപ. അമ്മ പറയുന്നത് കറക്റ്റാ. അവന്റെ മാനറിസം കണ്ടാൽ തന്നെ മനസ്സിലാവും. അവനെ സകലമാന മയക്കുമരുന്നും വലിച്ചു കയറ്റും. ഒരു ഭ്രാന്തനാ. ദേ, അവനെ കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോ എന്നോട് പറയാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. ശരി, നമുക്കെല്ലാവർക്കും കൂടി ആലോചിച്ചൊരു തീരുമാനമെടുക്കാം. എന്തായാലും ആ റോഹന് നമുക്കിനി വേണ്ട. അവന് കല്യാണം കഴിപ്പിച്ച് കൊടുത്താലേ അവൻ നമ്മുടെ കുഞ്ഞിനെ കൊല്ലും.